ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിനാണ് അംഗീകാരം നൽകിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം കടന്നിട്ടുള്ളത്. ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉള്ളതാണ്, അവരുടെ ഒരു വാഗ്ദാനമാണ്. പ്രധാനമന്ത്രി ഇത് നടപ്പാക്കുമെന്നൊക്കെ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലേക്കൊരു നിർണായക ചുവടുവയ്പ്. ബൽറാം. അനുജ, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിലുള്ള വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒപ്പം തന്നെ നിയമ മന്ത്രാലയത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിലും അത് ഇടം പിടിച്ചിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും എന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയതാണ്. അതിലേക്ക് ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഇന്ന് നടന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിലേക്ക് ഒരു പടി കൂടി കടന്നിരിക്കുന്നു. തുടർന്ന് ഈ പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന എന്നുള്ളത്. രാംനാഥ് കോവിന്ദ് സമിതി 2021 ഈ വിഷയത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർന്നു വരുന്നതും തുടർന്ന് ഇക്കാര്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നതും ഈ സമിതി 47 രാഷ്ട്രീയ പാർട്ടികളുമായി വിഷയം ചർച്ച ചെയ്യുകയും അവരിൽ നിന്നും അഭിപ്രായം രേഖാമൂലം തേടുകയും ചെയ്തിരുന്നു. 32 രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യത്തെ പ്രാദേശികമായതടക്കമുള്ള 32 പാർട്ടികൾ ഇതിനെ പിന്തുണച്ചിരിക്കുകയാണ്. പിന്തുണച്ചവയിൽ 26 പാർട്ടികളും NDAയുടെ ഭാഗമായതോ പ്രാദേശികമായി BJPയുമായി സഹകരിക്കുന്നതോ ആയ പാർട്ടികളാണ്. 15 രാഷ്ട്രീയ പാർട്ടികളാണ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസും CPIM-ഉം തൃണമൂൽ കോൺഗ്രസും RJD അടക്കമുള്ളവർ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് ഈ ബില്ല് കൊണ്ടുവന്നാൽ പാർലമെന്റിൽ പാസാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സഭയിലെ ഇരു സഭകളിലെയും അംഗസംഖ്യയിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ മറ്റ് LJP അടക്കമുള്ള പാർട്ടികൾ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ സമർപ്പിച്ച അഭിപ്രായത്തിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പാർട്ടികൾ എല്ലാം തന്നെ. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന എതിർപ്പ് ഇതിൽ നിർണായകമാകും. സർക്കാർ ഈ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് നടപ്പാക്കുന്ന ചെലവ്, തുടർച്ചയായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മൂലമുണ്ടാകുന്ന ചെലവ് കുറയ്ക്കാം. അതുമൂലമുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അടക്കമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ BJPക്ക് പ്രചരണം എളുപ്പമാക്കുന്നതിനും പ്രചരണ ചെലവ് കുറയ്ക്കുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന എതിർപ്പ് എന്നുള്ളത്. കൂടാതെ ഈ തീരുമാനം നടപ്പാക്കുമ്പോൾ നിലവിലുള്ള പല സർക്കാരുകളും കാലാവധിക്ക് മുമ്പ് പിരിച്ചുവിടേണ്ടതായി വരും. ചില സർക്കാരുകൾ കാലാവധി കഴിഞ്ഞ ശേഷവും നീട്ടി നൽകേണ്ടതായി വരും. ഭരണപ്രതിസന്ധി ഉടലെടുക്കും തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ സെൻസസ് നടപടികൾ ഇതിൽ നിർണായകമാണ്. അത് പുനരാരംഭിക്കാൻ 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പ്രഖ്യാപിത ലക്ഷ്യം അത് കൈവരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് തന്നെ കാരണമാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അടുത്ത ഘട്ടം എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ബില്ലിന് റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെതടക്കം ഈ തീരുമാനത്തെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ അടുത്ത നടപടിക്രമം എന്താണിത്? പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും പാർലമെന്റിൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിൽ എങ്ങനെയാകും? വിശദമായി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രായോഗികമല്ല എന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ആ ചർച്ചകളൊക്കെ മുന്നോട്ട് പോവുക ബൽറാം? അനുജ, രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് തങ്ങളുടെ അഭിപ്രായം
രേഖാമൂലം നൽകിയ ഘട്ടത്തിൽ തന്നെ ഇതിനെ എതിർത്ത 15 രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നു. അതിൽ കോൺഗ്രസിന്റെ തീരുമാനം നിർണായകമാണ്. കാരണം രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ നിർണായകമാകും എന്നുറപ്പാണ്. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷവും ശക്തമായ സ്വരമായി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്, CPIM, CPI, RJD അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പ്രധാന പാർട്ടികൾ എല്ലാം തന്നെ ശക്തമായ എതിർപ്പ് രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ എല്ലാം തന്നെ മറികടക്കുന്ന തരത്തിലുള്ള പിന്തുണ 32 പാർട്ടികളുടേതോളം പിന്തുണ ഇതിന് അനുകൂലമായ തരത്തിൽ രാംനാഥ് കോവിന്ദ് സമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ അതിൽ ഇത്തരത്തിൽ സർക്കാരുകളെ നേരത്തെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും എന്നുള്ള എതിർപ്പാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് മന്ത്രിസഭ അംഗീകരിച്ചു. ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് ബില്ലായി അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളതാണ്. സഭകളിലെ രാജ്യസഭ, ലോക്സഭ എന്നിവയിലെ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് സർക്കാരിന് ഇത് അനായാസം ബില്ലുകൾ രണ്ടും തന്നെ പാസ്സാക്കാൻ കഴിയും. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയരുകയാണെങ്കിൽ അത് തടസ്സപ്പെട്ടേക്കാം. തുടർന്ന് വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് തന്നെ അത് വഴിവെക്കും എന്ന് ഉറപ്പാണ്. നേരത്തെ പല നിർണായകമായ സമാനമായ ബില്ലുകളിലും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബില്ലുകൾ ഉൾപ്പെടെ സർക്കാർ അനായാസം പാസാക്കുകയും അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ എന്നാൽ അതിനേക്കാൾ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. വിവിധ ഇതിനെ എതിർക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും, ഉദാഹരണമായി കേരളത്തിൽ CPIM-ഉം കൂടാതെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്. ഈ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ സർക്കാരുകളെ അത് ബാധിക്കുകയാണെങ്കിൽ നിയമപരമായ പോരാട്ടങ്ങൾ തുടർന്നുണ്ടാകും എന്ന് ഉറപ്പാണ്. നിലവിലിപ്പോൾ അത് ബില്ല് പാസ്സാക്കുകയാണ് ആദ്യ ഘട്ടം എന്നുള്ളത്. അത് പാർലമെന്റിനുള്ളിൽ തന്നെ കടുത്ത എതിർപ്പുകൾ ഉയരും എന്നും ഇപ്പോൾ തന്നെ വ്യക്തമാണ്. ആദ്യ പ്രതികരണം തന്നെ ഇത് നടപ്പാക്കാൻ കഴിയില്ല, പ്രായോഗികമല്ല എന്നുള്ള വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഒരു തീരുമാനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് എന്നും BJPയുടെ പ്രധാന നേതാക്കൾക്ക് തങ്ങളുടെ പ്രചരണം അനായാസം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് ക്രമീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ്. ഒപ്പം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് അത് കുറയ്ക്കാനും കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത്. ഇതെല്ലാം തന്നെ സഭയിലും ഉയരുമെന്ന ഉറപ്പാണ്. അടുത്ത ഘട്ടം ഇനി പാർലമെന്റിലായിരിക്കും ഈ പോരാട്ടം. ബില്ലുമായി ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ തീരുമാനത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. രാംനാഥ് സമിതിയുടെ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിത തീരുമാനത്തിലേക്ക് സർക്കാർ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. തുടർന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, തുടർന്ന് ഉള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.